കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുധീഷ് പറയാണ്, പെട്ടെന്നൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ വീട്, പതുക്കെ കൊണ്ടൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ. എന്താടാ ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കാൻ വയ്യ എന്ന് രൂപേഷിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ രൂപേഷാണെങ്കിൽ അവിടെ നിധി വന്ന് നിൽക്കുന്നതെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, ആഹാ എന്നാലും നിങ്ങൾ മാറാൻ തീരുമാനിച്ചിട്ടില്ലയോ? എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കി ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് സമാധാനമുള്ളൂ എന്ന് പറയാണ്. അപ്പം സുധീഷ് പറയാണ്, അങ്ങനെയല്ല നിധി, പതുക്കെ കൊണ്ട് മാറ്റാന്നാ. ഞങ്ങൾ പണ്ടേ ഇങ്ങനെ ചെറിയ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടി കൊടുക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നുമില്ല, മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കത്തില്ല. അന്നലത്തെ ഒരു അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിതി ചോദിക്കാൻ, നാണയില്ല ഇത്രയും വലുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടാൻ? ഞാൻ വന്ന ദിവസം തൊട്ടേ കാണുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് അടി കൂടുന്നത്. അപ്പോൾ സുഭാഷ് പറയാണ്, കുഞ്ഞുനാളിലെ ഇവന്മാർ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കിടന്നങ്ങ് ഭയങ്കര തല്ല. പിന്നെ പിടിച്ചു മാറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇവന്മാരുടെ സ്വഭാവം എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, അതേ ഇത്രയും വലുതായിട്ട് മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം കാര്യമാണെന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഞങ്ങൾ മാറ്റിക്കോളാം, പതുക്കെ മാറ്റിക്കോളാം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷിൻ്റെ ഫോണിലേക്ക് ആ പെൺകുട്ടി വിളിക്കുകയാണ്. കല്യാണം ഉറപ്പിച്ചിരുന്ന പെൺകുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ നമുക്ക് പുറത്ത് വെച്ചൊന്ന് കാണാം, നമുക്ക് പുറത്ത് വെച്ച് കണ്ട് സംസാരിക്കാം, ഇന്ന റെസ്റ്റോറൻറ്റിൽ വരാനായിട്ട് ആ പെൺകുട്ടി പറയുകയാണ്. അങ്ങനെ സുഭാഷും ചെല്ലാമെന്ന് കേൾക്കുവാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ആരാ വിളിച്ചതെന്ന് പറയാണ്. അത് ആ പെൺകുട്ടിയാണ് വിളിച്ചത്, അപ്പം നമ്മുടെ കല്യാണം ഉറപ്പിച്ച ആ കുട്ടി വിളിച്ചതാണ്, എന്നെ പുറത്ത് വെച്ചൊന്ന് കാണണമെന്ന്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ പോയിട്ട് വാ, പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ച് നിങ്ങളൊക്കെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വാ, അങ്ങനെയൊക്കെ അല്ലേ ആ കുട്ടിയായിട്ട് അടുപ്പത്തിലാകത്തുള്ളൂ, കൂടുതൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം സുഭാഷ് പറയാണ്, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. എന്നെങ്കിൽ പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ ഒരുങ്ങിയിട്ട് ചെല്ലാൻ ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പം രൂപേഷ് പറയാണ്, ഇനി നമ്മൾ പറഞ്ഞ കാര്യം ആ കുട്ടിയെങ്ങാനും ആ ചേച്ചിയെങ്ങാനും പറയുമോ ഇനി സുഭാഷ് ഏട്ടൻ്റെ അടുത്ത്? അപ്പം ഹരീഷ് പറയാണ്, അത് പറഞ്ഞാൽ ശരിയാണ്, രൂപേഷ് പറഞ്ഞ പോലെ എങ്ങാനും പറയുമോ അത് സുഭാഷ് ഏട്ടൻ്റെ അടുത്തെന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയാണ്, അങ്ങനൊന്നും പറയത്തില്ല, അവരെന്തായാലും ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കത്തില്ലായിരിക്കും എന്ന് അവർ സമാധാനത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ സുഭാഷിനെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ സുഭാഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. സുഭാഷ് ചോദിക്കുകയാണ്, എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാനിപ്പം വന്നതേ ഉള്ളൂ. അങ്ങനെ അവർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്, ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിയാണെങ്കിൽ ഓരോ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും അവസാനം സുഭാഷിൻ്റെ വീട്ടുകാർ ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡൊക്കെ അംഗീകരിക്കാൻ തയ്യാറായല്ലോ, അതുകൊണ്ടല്ലേ ഈ വിവാഹം നടക്കുന്നത് എന്ന് കുട്ടി പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നു, ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? നിങ്ങൾ അന്നേ പറഞ്ഞ ഡിമാൻഡ് നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ നിങ്ങൾ അന്ന് വിവാഹം വേണ്ടാന്ന് വെച്ച് പോയത്. ഇപ്പം നിങ്ങൾക്ക് ഡിമാൻഡൊന്നും ഇല്ലാതെ തിരിച്ചു വന്നത് കൊണ്ടാണ് ഈ വിവാഹം നടത്താനും ഞാൻ തയ്യാറായത് എന്ന് പറയണം. അപ്പം ആ കുട്ടി ചോദിക്കണം, അതെന്താ അങ്ങനെ പറയുന്നത്? സുഭാഷ് ഏട്ടൻ്റെ അനിയന്മാർ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാമെന്ന്. എന്ത് ഡിമാൻഡാ എന്ന് പറയാണ്. അത് വിവാഹത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കുന്നുള്ള കാര്യം അച്ഛനാണെങ്കിൽ അവരോട് പറഞ്ഞപ്പം അവർ അതിന് ഓക്കെ പറഞ്ഞല്ലോ എന്ന് പറയണം. അപ്പോൾ സുഭാഷ് ചോദിക്കണം, ആരൊക്കെ പറഞ്ഞ്? അത് നിങ്ങളുടെ അനിയന്മാരാണല്ലോ ഓക്കെ പറഞ്ഞത്, അവർക്ക് ഓക്കെയാണ്, കല്യാണം കഴിഞ്ഞ് സുഭാഷ് ഏട്ടനും ഞാനും കൂടെ മാറി താമസിച്ചോളാൻ അവർ പറഞ്ഞതെന്ന് ആ കുട്ടി സുഭാഷിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാൻ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ്, ശരി ഞാൻ പോവുക എന്നും പറഞ്ഞിട്ട് സുഭാഷ് എണീച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സുഭാഷ് നേരെ വന്ന് ഹാളിൽ കസേര ഇട്ടങ്ങ് ഇരിക്കുകയാണ്. അപ്പം അവിടെ ഇരുന്ന് സുധീഷും ഹരീഷും അതുപോലെ രൂപേഷും അവിടെ നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങനെ വരാൻ സുഭാഷ് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ സുഭാഷ് ഒന്നും മിണ്ടാതെ ആ കസേരയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നിധിയുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രൂപേഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ആകപ്പാടൊരു ഭയം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് സുഭാഷ് എണീച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, എന്ത് മറയ്ക്കാനാണ്, ഞങ്ങളൊന്നും മറച്ചിട്ടില്ല, ആരെയും കള്ളം പറയില്ലേ, ഈ വിവാഹം നടക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ മറച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയണം. അപ്പോൾ രൂപേഷിനെ വന്ന് സുഭാഷ് ഷട്ടി പിടിച്ചിട്ട് ചോദിക്കണം, പറയടാ നീ പറഞ്ഞാൽ മതി, എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ, എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണ് ഈ വിവാഹം നടത്തുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നെന്ന് സുധീഷ് പറയാമെന്ന്. എന്ത് ഡിമാൻഡ് എന്ന് ചോദിക്കുകയാണ്. അത് വിവാഹത്തിന് ശേഷം സുഭാഷ് ഏട്ടൻ വേറെ വീടെടുത്ത് താമസിക്കണമെന്ന് അവരുടെ ഡിമാൻഡെന്ന് സുധീഷ് പറയാണ്. അപ്പം നിങ്ങളതിന് എന്താ പറഞ്ഞ്?
അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ രൂപേഷിനോട് ചോദിക്കുകയാണ്, പറയടാ എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പം രൂപേഷ് പറയാണ്, അത് ഞങ്ങൾക്ക് സമ്മതമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുഭാഷ് പറയാണ്, എന്നോട് ചോദിക്കാതെ എൻ്റെ കാര്യങ്ങൾ എന്താ നിങ്ങൾ തീരുമാനിച്ചത്? ഇതിനു മുമ്പ് ആ കാര്യം അവരെന്നോട് പറഞ്ഞത്, അപ്പോൾ നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഈ വിവാഹാലോചന മുടങ്ങിപ്പോയത്. പിന്നെ എൻ്റെ വിവാഹം നടക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ സുധീഷും പറയാണ്, അതേ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് ഒരു ജീവിതം കിട്ടണം. ഞങ്ങൾക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ്റെ ജീവിതം ഹോമിക്കല്. സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടണം. അതിന് വേണ്ടിയാണ് ഞങ്ങളൊരു ഈ തീരുമാനം എടുത്തതെന്ന് പറയാണ്. അപ്പം സുഭാഷ് പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അനിയന്മാരായ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് വിഷമം ഉണ്ടാവും, അതേപോലെ ആകുലത ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ തീരുമാനം ഞാൻ പറയാം, ഈ വിവാഹം നടക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുവാണ്. നിധി ഞെട്ടുന്നുണ്ട്. സുഭാഷ് ഏട്ടാ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. മോളെ, എൻ്റെ തീരുമാനം ഇതാണ്, ഈ വിവാഹം നടക്കത്തില്ല. കാരണം എന്നെ ഒരു ഡിമാൻഡ് പറഞ്ഞ് അതിൽ കുരുക്കി എന്നെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് ആരും വിചാരിക്കേണ്ട, അവരും അങ്ങനെ വിചാരിക്കേണ്ട. എന്നെ അംഗീകരിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി എന്ന് സുഭാഷ് പറയാണ്. അതിന് വിവാഹത്തിന് ഒരു ഡിമാൻഡും വെക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കത്തില്ല എന്ന് തീർത്തും പറഞ്ഞിട്ട് സുഭാഷ് പോവുകയാണ്. ആ സുഭാഷിൻ്റെ ഉറച്ച തീരുമാനം കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്.